ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിൽ പലരും കേട്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി കറിയാണ്. കണ്ണൂരുകാരുടെ സ്വന്തം ചിക്കൻ വെള്ളക്കറിയാണ് കേട്ടോ. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ഒക്കെ ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്, എന്ന വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നിത് പട്ടൂരിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. പട്ടൂരി ചപ്പാത്തി ഞാൻ എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വെള്ളക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യാണ്, RKG ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സവാള കട്ട് ചെയ്ത് തന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ടാകും കേട്ടോ കറിക്ക്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, അത്യാവശ്യം കളറും മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മളിതിൽ വേറെ എക്സ്ട്രാ പൊടിമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം ചേർക്കുക. പിന്നെ കുരുമുളക് വേണ്ടിയിട്ട് എരിവ്, ഇത് 2 മാത്രമേ നമ്മളിതിലുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 വലിയ പച്ചമുളകുകളും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഇതിലേക്ക് 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1,200ഓളം വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളക്കറിയിലേക്ക് ചിക്കനും ബീഫും മട്ടനും ഒക്കെ എടുക്കട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ബാക്കിയുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ കുറച്ചല്ലേ ആദ്യം ഇട്ടിട്ടുള്ളൂ, അപ്പോൾ പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ നോക്കിയിട്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചിക്കൻ എടുത്തത് കൊണ്ട് എക്സ്ട്രാ വേവാൻ വേണ്ടിയിട്ട് വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല. കാരണം ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. നിങ്ങൾ ബീഫോ മട്ടനോ എന്തെങ്കിലും എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് തന്നെ കുക്കറിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയേ. ഇനിയിപ്പോൾ നമുക്കത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള തേങ്ങ മൊത്തത്തിൽ ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം പുളിപ്പുള്ള തൈര് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് അരയാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് എത്രത്തോളം നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല നേർത്തിട്ട് അരച്ചെടുക്കാൻ പറ്റും അത്രത്തോളം ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടും. കാരണം നമ്മളിത് അരിച്ചിട്ടൊന്നുമല്ല ഒഴിക്കുന്നത്, ഡയറക്റ്റ് തേങ്ങ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ചിക്കൻ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ, പക്ഷേ ചിക്കൻ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ല അത് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ചിക്കൻ സ്റ്റ്യൂ എന്നുള്ളത്. ശരിക്കും ഇത് ചിക്കൻ സ്റ്റ്യൂ അല്ല കേട്ടോ. ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ സ്റ്റ്യൂവിൽ നിന്നും, പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. എന്തായാലും ഒരു തവണകളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ലാസ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സിൽ നമ്മുടെ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ കറിയുടെ പരിപാടി റെഡി ആയി കേട്ടോ. നമ്മുടെ ചിക്കൻ വെള്ളക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ കറി തിളച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചിക്കൻ വെള്ളക്കറിക്ക് കോംബോ ആയിട്ട് ബട്ടൂരയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ മുന്നേ ഇട്ടതാണ്, വൈറലായിട്ടുള്ള റെസിപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ബട്ടൂരിക്ക് ശരിക്കും എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പർ കോമ്പിനേഷനാണ് ബട്ടൂരി. അല്ലെങ്കിൽ നാണ്, അല്ലെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, എല്ലാത്തിനും കൂടെ അടിപൊളി തന്നെയാണ് കേട്ടോ. പൂരിക്കാണേലും കിഡുവാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്